പറ്റുമോ? അനധികൃതമായി ചെയ്യുന്നതിന് പിടിക്കാനുള്ള അധികാരം പഞ്ചായത്തിനൊന്നുമില്ല. ചെയ്യേണ്ടത് ഒന്നുകിൽ പോലീസ്, അല്ലെങ്കിൽ ഫോറസ്റ്റ്, അല്ലെങ്കിൽ LCT ബോർഡ്. ഈ 3 ഏജൻസിക്ക് ഇതിനകത്ത് അധികാരമുള്ളൂ ഇത് മാറ്റാനും അവർക്കെതിരായി നടപടിയെടുക്കാൻ. ഈ 3 ഏജൻസികളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അനാസ്ഥയാണ്. LCT ബോർഡിന് പരാതി കൂടി കൊടുത്താണ്. എന്നിട്ട് LCT ബോർഡിൽ നിന്ന് ഒരാൾ അന്വേഷിച്ചു പോലും വന്നിട്ടില്ല. ഒരു കുഞ്ഞിന്റെ ജീവനല്ലേ പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മഹാഭാഗ്യം കൊണ്ടല്ലേ 5 പേര് പോയേനെന്നാണ് രക്ഷപ്പെടുത്തിയ ആള് പറഞ്ഞത്. രക്ഷപ്പെടുത്തിയ ആള് അതിൽ നിന്ന് 2 പേര് ഓടിച്ചെന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ചെന്ന് ഫ്യൂസ് ഊരി ചെന്നത്. മറിച്ച് അവരും കൂടി വീണിരുന്നെങ്കിൽ 5 പേരും അവിടെ വീണ് പോയേനെ. 5 പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടേനെ. 5 പേരുടെ ആലോചിച്ച് നോക്കി, ഒരു കുഞ്ഞിന്റെ ജീവൻ പോയി. അപ്പൊ അത് ഗുരുതരമായ അനാസ്ഥയാണ്. അതിനെക്കുറിച്ച് അന്വേഷിച്ച് തെറ്റുകാർക്കെതിരായി നടപടിയെടുക്കണം. മാത്രമല്ല, ഇവരിവിടെ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റാത്ത സ്ഥലമാണ്. ഇവിടെ നിന്നുള്ള അല്ലാത്ത ആളുകളെല്ലാം പ്രളയത്തിനെ തുടർന്ന് മാറ്റി താമസിപ്പിച്ചാണ്. ഈ 5 കുടുംബത്തെ കൂടി മാറ്റി വേറെ എവിടെയെങ്കിലും പുനരധിവസിപ്പിക്കുന്ന കാര്യം കൂടി ഗൗരവമായി ആലോചിക്കണം. ഈ കുടുംബത്തിനും പരിക്കുപറ്റിയവർക്കും അവർക്കും ആവശ്യമായ നഷ്ടപരിഹാരം, അല്ലാതെ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നഷ്ടപരിഹാരം കൂടി ഗവൺമെന്റ് കൊടുക്കണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ആവശ്യമില്ലാത്ത വർത്താനം പറച്ചിലും നിർത്തണം. ഇന്നിപ്പോ പിൻവലിച്ചിട്ടുണ്ട്. ഇന്നലെ എന്തൊക്കെയാണ് പറഞ്ഞത്? മന്ത്രി ORKയോട് പറഞ്ഞത് ഇനി രാഷ്ട്രീയമായി മുന്നോട്ടാണ്, അതേ രാഷ്ട്രീയ നിലപാട് തന്നെയാണ് UDF സ്വീകരിക്കുന്നത്, കോൺഗ്രസ് സ്വീകരിക്കുന്നെങ്കിൽ രാഷ്ട്രീയമായി തന്നെ CPM മറുപടി പറയും, അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ഇവർക്കൊക്കെ എന്താ ഒരു ഉദ്ദേശിച്ചത്? എന്ത് രാഷ്ട്രീയം പറഞ്ഞത്? ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാവില്ലേ? നിങ്ങൾ ഈ ക്യാമറയും ഈ മൈക്കും പിടിച്ചോണ്ട അല്ലാതെ നിങ്ങളുടെ നാട്ടിലാണ് സംഭവം ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ പോവില്ലേ? ഞാൻ പോവും. ഞാനുണ്ടെങ്കിൽ പോവും. അത് സ്വാഭാവികമായൊരു പ്രതിഷേധമാണ്. അതിൽ നമ്മുടെ രോഷം ഉണ്ടാവും, നമ്മുടെ പ്രതിഷേധം ഉണ്ടാവും, നമ്മുടെ സങ്കടം ഉണ്ടാവും, നമ്മുടെ ദുഃഖം ഉണ്ടാവും. ഭരണകൂടത്തോടും ബന്ധപ്പെട്ട ആളുകളോടുള്ള നമ്മുടെ ഒരു ദേഷ്യം ഉണ്ടാവും. ആളുകൾ പ്രതിഷേധിക്കും. കേരളത്തിൽ എവിടെയാണ് അത്തരം പ്രതിഷേധം നടക്കാത്തത്? കുഞ്ഞല്ലേ മരിച്ചത്. അത് സ്വാഭാവികമായ പ്രതിഷേധം. അതിനാണ് ഗൂഢാലോചന നടത്തി, നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. രാവിലെ ഫെൻസിങ് ഉണ്ടായില്ല, വൈകുന്നേരം ഫെൻസിങ് വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞങ്ങളെല്ലാം കൂടി ഗൂഢാലോചന നടത്തി ഈ കൊച്ചിനെ കൊല്ലാൻ വേണ്ടി പന്നിക്കിണി ഒരുക്കി വെച്ചെന്നാണ്. അതല്ലേ ഇന്നലെ മന്ത്രി പറഞ്ഞത്? അതല്ലേ പറഞ്ഞത്? എന്ത് വൃത്തികേടാണ് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വന്നത്. ഇന്നിപ്പോ പിൻവലിച്ചു. ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞത്. നിങ്ങൾ തന്നെ പോയി നിങ്ങളുടെ ലൈബ്രറി നോക്കി കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞതും ഉണ്ടാവും, ഇന്ന് പറഞ്ഞതും ഉണ്ടാവും. മാറ്റി പറഞ്ഞാൽ നന്നായി. ഇത്രേ കൊള്ളാം. പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അതിൽ മന്ത്രി പറഞ്ഞ കാര്യം അത് പിൻവലിച്ചു, അത് സ്വാഗതാർഹമാണെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ പഞ്ചായത്തിന് ഒരു അധികാരവുമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അധികാരമുള്ളത് വനംവകുപ്പ് ഓഫീസ് ഉൾപ്പെടെ ഉള്ളവർക്കാണ്, വനംവകുപ്പിനുൾപ്പെടെയാണ്. പക്ഷേ അവർ ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഒപ്പം നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലും അദ്ദേഹം പ്രതികരണം നടത്തി.